ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെന്നൈയിലെ കാഴ്ചകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചെന്നൈ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് മറീന ബീച്ച്, ജയലളിത, MGR, കരുണാനിധി എന്നിവരെയൊക്കെയാണ്. എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ അവരുടെ സമാധിയിലേക്കുള്ളൊരു യാത്രയാകാം. തമിഴ്നാട് തലസ്ഥാനമായി അറിയപ്പെടുന്നതാണ് ചെന്നൈ. വളരെ തിരക്കേറിയ ഒരു നഗരം കൂടിയാണ്. ചെന്നൈയിൽ വരുന്ന ഓരോരുത്തരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് മറീന ബീച്ച്. നമ്മളുടെ വാർത്തകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. കേട്ടുകേൾവിയുള്ള ഈ ബീച്ചിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മളിപ്പോൾ മറീന ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു തിരക്കുള്ള ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് ബീച്ചിൻ്റെ എൻട്രൻസിലേക്ക് നമുക്ക് കുറച്ചുകൂടി നടക്കാനുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ റോഡിൻ്റെ മറുവശങ്ങളിലായിട്ട് ഒരുപാട് ഗവൺമെൻറ് ഓഫീസുകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മളീ കാണുന്നത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പഴക്കമുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോഴും ആ ഒരു ക്ലാസിക് ലുക്ക് നിലനിർത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ ഫ്രണ്ടിൽ നിന്നായിട്ട് കുറേയധികം പേർ ഫോട്ടോയും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അതേപോലെ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റാച്ചു ആണ്. ഈ സ്റ്റാച്ചുവിനെ അറിയപ്പെടുന്നത് ലേബർ സ്റ്റാച്ചു എന്നാണ്. ഇതിൽ അവർ തീം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 3-4 പേർ കഠിനാധ്വാനത്തോടു കൂടി ഒരു പാറയെ നീക്കുന്നതാണ്. ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കഠിനാധ്വാനികളായിട്ടുള്ള ആൾക്കാർ വളരെ അധ്വാനിക്കുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ലേബർ സ്റ്റാച്ചു എന്ന് ഈ സ്റ്റാച്ചുവിനെ അറിയപ്പെടുന്നത്. ഉച്ച സമയമായതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും നമുക്ക് ബീച്ചിൽ കാണാൻ കഴിയുന്നില്ല. ചെറിയ കടകളും കാര്യങ്ങളും എല്ലാം അവർ തുറക്കുന്നതേ ഉള്ളൂ. വളരെ തിരക്കുള്ള ബീച്ച് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ബീച്ചിൽ ഉണ്ടായിരുന്നു. ഒട്ടും ക്ലീൻ അല്ലാത്തതുപോലെ നമുക്ക് തോന്നി. വളരെ വലിയ ബീച്ചാണ്. ഈവനിങ് സമയമാകുമ്പോൾ കുതിരസവാരി മറ്റ് ആക്ടിവിറ്റീസുകളും എല്ലാം ഇവിടെ ഉണ്ടാകും. ബീച്ചിൽ തന്നെ വേറിട്ടൊരു കാഴ്ചയായിരുന്നു ഓപ്പൺ സ്റ്റുഡിയോ. നമുക്കിഷ്ടമുള്ള ഫിലിം സ്റ്റാർസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. അവരവിടെ ഓരോ ഫിലിം സ്റ്റാർസിൻ്റെയും ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളെ നിർത്തി ഫോട്ടോ എടുത്ത് 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ അവരത് പ്രിൻറ്റ് ചെയ്ത് നമുക്ക് തരും. അതൊരു വ്യത്യസ്തമായൊരു കാഴ്ചയായിരുന്നു. ഇതേപോലെ ആയിരിക്കും നമുക്ക് ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നത്. അവർ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി കുറച്ചധികം ഫോട്ടോകൾ അവിടെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ വഴി തന്നെ പോകുമ്പോൾ കുറേയധികം കടകൾ നമുക്ക് കാണാൻ കഴിയും. ടീ ഷോപ്പുകളും പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കടകളായിട്ട് 2 വശങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് പോകേണ്ടുന്നത് ജയലളിത, MGR, കരുണാനിധി എന്നിവരെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് കുറച്ചധികം നടക്കാനായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് മുല്ലപ്പൂ വിൽക്കുന്നത്. അതുപോലെ തന്നെ ഫുട്പാത്തിലായിട്ട് ചെറിയ ചെറിയ ഒരുപാട് കടകളും കാണാൻ കഴിയും. ഇതാണ് MGR മെമ്മോറിയലിൻ്റെ മെയിനായിട്ടുള്ള എൻട്രൻസ് വരുന്നത്. മുകളിലായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും MGR സ്ഥാപിച്ച പാർട്ടിയുടെ ചിഹ്നവും കാര്യങ്ങളും കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കയറുമ്പം തന്നെ ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളുണ്ട്. നമ്മൾ ബാഗ് കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നതാണ്. ഇത് ഏകദേശം ഒരു 8.5 ഏക്കർ സ്ഥലത്താണ് MGR മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. ഗാർഡനും വാട്ടർ ഫൗണ്ടനും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് നടന്ന് കാണാൻ കഴിയുന്നതാണ്. Welcome to today's vlog. We are taking you on a journey through 2 of Chennai's most significant landmarks, the MGR Memorial and the Jayalalitha Memorial.
These sites honor two legendary figures in Tamil Nadu's political history and are located on the scenic Marina Beach. Let's start with the MGR Memorial. Covering an expansive area of approximately 8.25 acres. This memorial pays tribute to M.G. Ramchandran, fondly known as MGR. MGR was not just a beloved actor but also a transformative political leader who served as the Chief Minister of Tamil Nadu for over a decade. As we walk through the memorial, you'll notice the life-size statue of MGR, which stands as a symbol of his enduring legacy. The eternal flame here signifies the lasting impact he had on the people of Tamil Nadu. This beautifully landscaped garden offers a serene environment for visitors to reflect on his contributions to both cinema and politics. The construction of this memorial was a significant undertaking, with an initial cost of around 8.27 crore rupees. നമ്മൾ ഈ കാണുന്നതാണ് ജയലളിതയെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം. MGR സ്മാരകത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ജയലളിതയുടെയും സ്മാരകം. ജയലളിതയുടെ സ്മാരകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു വലിയ ഫീനിക്സ് പക്ഷിയുടെ രീതിയിലാണ് അവരത് നിർമ്മിച്ചിരിക്കുന്നത്. അത് അവരുടെ ജീവിതത്തിലെ ഒരുപാട് രാഷ്ട്രീയ വെല്ലുവിളികളുടെയൊക്കെ ഒരു സൂചകമായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. ഒരു കത്തുന്നൊരു ഒരു വിളക്കും പൂക്കളും എല്ലാം നിറഞ്ഞതാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ജയലളിതയുടെ ഒരു മ്യൂസിയവും അവർ നിർമ്മിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമുക്കിന്ന് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അതിനൊരു ടൈമിങ് കാര്യങ്ങളുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ജയലളിത ഉപയോഗിച്ച അനേകം സാധനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരത് കീപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് MGRൻ്റെ മെമ്മോറിയലിലേക്കാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് MGRനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം. ഇതും പ്രത്യേക രീതിയിലുള്ള ഒരു ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 8.27 കോടിയാണ് അക്കാലത്ത് ചിലവായത് ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി. ഇവിടെയും നമുക്ക് കാണാൻ കഴിയും പൂക്കളാൽ അലങ്കരിക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുടെ ഫ്രണ്ടിലായിട്ടൊരു ദീപവും കാര്യങ്ങളും അണയാതെ തെളിയിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് തമിഴ്നാടിൻ്റെ ആ ഒരു സ്നേഹവും ആദരവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തമിഴ്നാടിൻ്റെ ജനങ്ങളിൽ അദ്ദേഹം ചിലർത്തിയ സ്വാധീനത്തെ നമുക്കിത് സൂചിപ്പിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് അവരത് സൂക്ഷിക്കുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കരുണാനിധിയുടെ മെമ്മോറിയലാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫോട്ടോയും കാര്യങ്ങളും കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞ അനേകം തോട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. സൈഡിലായിട്ട് എഴുതിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.